റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഷമ്മി തിലകൻ അച്ഛനൊപ്പമുള്ള ഫോട്ടോ സഹിതം പങ്കുവെച്ച പോസ്റ്റ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. ചില്ലക്ഷരം കൊണ്ടുപോലും കള്ളം പറയാത്ത കള്ളൻ, ചിരിക്കണ ചിരി കണ്ട എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു പോസ്റ്റ്. മുൻപ് തിലകനെ ഇൻഡസ്ട്രിയിൽ നിന്ന് വിലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ചർച്ചകളും തിലകനായിരുന്നു ശരിയെന്ന പ്രതികരണങ്ങളും ഈ പോസ്റ്റിന് താഴെയുണ്ട്. 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്നലെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നത്. മലയാള സിനിമ ഇൻഡസ്ട്രിയെ അങ്ങേയറ്റം നാണം കെടുത്തുന്ന തരത്തിലാണ് റിപ്പോർട്ടിലെ ഓരോ വെളിപ്പെടുത്തലുകളും. കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചും അഡ്ജസ്റ്റ്മെന്റ് എന്ന വാക്കുയർത്തുന്ന ഭീകരതയെക്കുറിച്ചും മുൻപ് പല നടിമാരും വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു ഔദ്യോഗിക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് മൊത്തം മലയാളം ഇൻഡസ്ട്രിക്ക് തന്നെ അപമാനമായി മാറിയിരിക്കുകയാണ്. പ്രമുഖ നടൻ വാതിലിൽ മുട്ടുന്നു, സിനിമയിൽ മാഫിയ നയിക്കുന്നത് പ്രമുഖ നടൻ, അഡ്ജസ്റ്റ്മെന്റിനെതിർത്താൽ ആലിംഗന സീനുകൾക്ക് റീടേക്കുകൾ ചെയ്ത് പ്രതികാരം ചെയ്യുന്നു, സഹകരിക്കുന്ന നടിമാർക്ക് കോഡ് പേരുകൾ നൽകുന്നു എന്നിങ്ങനെ പോകുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ. വമ്പൻ ചർച്ചകൾക്കാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ വഴിവെച്ചിട്ടുള്ളത്. ഈ പ്രമുഖർ ആരൊക്കെയാണ് എന്നുകൂടെ വെളിപ്പെടുത്തണം എന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രധാന പ്രതികരണം. പീഡിപ്പിക്കുന്നവരുടെ പേര് വിവരങ്ങളും ആധാർ നമ്പറും വരെ പുറത്തുവിടുന്ന ഈ കാലത്ത് സിനിമാ പ്രമുഖരായതുകൊണ്ടാണോ പേര് വെളിപ്പെടുത്താത്തത്? ഇത്രയൊക്കെ വെളിപ്പെടുത്താൻ ധൈര്യം കാണിച്ചവർ എന്തുകൊണ്ട് പേര് വെളിപ്പെടുത്തുന്നില്ല? ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നതിലും നല്ലത് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നതല്ലേ, അതുകൊണ്ട് പേര് വെളിപ്പെടുത്തണം എന്നൊക്കെയുള്ള കമന്റുകളാണ് സ്വാഭാവികമായും സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും ലിംഗവിവേചനങ്ങളും എല്ലാ മേഖലകളിലും നടക്കുന്നത് പോലെ തന്നെയാണെന്നും, പക്ഷേ സിനിമ പോലൊരു വലിയ ലോകത്ത് അത് അന്വേഷിക്കാനും പഠിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും സാധിച്ചത് വലിയ നേട്ടമാണെന്നും ഇനിയാണ് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതെന്നും ഇതൊരു തുടക്കമാകട്ടെ എന്നുമുള്ള കമന്റുകളും സോഷ്യൽ മീഡിയയിലുണ്ട്. ചില ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത്. 233 പേജുകളുടെ വിശദാംശങ്ങൾ വ്യക്തികളുടെ സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങൾ ഉള്ളതുകൊണ്ട് കൈമാറിയിട്ടില്ല. ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങളും റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. 49-ാം പേജിലെ 96-ാം പാരഗ്രാഫ്, 81 മുതൽ 100 വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ എന്നിവയും ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ 165 മുതൽ 196 വരെയുള്ള പാരഗ്രാഫുകളും വെളിപ്പെടുത്തിയിട്ടില്ല. റിപ്പോർട്ടിന്റെ അനുബന്ധവും പുറത്തുവിട്ടിട്ടില്ല. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും സിനിമാ മേഖലയിലുള്ളത് വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണെന്നും ഇത് സ്ത്രീകൾക്ക് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കുമെന്നും അവസരം വേണമെങ്കിൽ മുറി തുറന്നു കൊടുക്കണമെന്ന പരാമർശങ്ങളും റിപ്പോർട്ടിലുണ്ട്. ചൂഷണം ചെയ്യുന്നവരിൽ പ്രധാന നടന്മാരുണ്ടെന്നും നടിമാർ നിശബ്ദം സഹിക്കുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2017 ജൂലൈയിലായിരുന്നു സർക്കാർ മലയാള സിനിമയിൽ വനിതകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ 3-അംഗ കമ്മിറ്റി രൂപീകരിച്ചത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്. സ്ത്രീകൾ നേരിടുന്ന വിവേചനം അന്വേഷിക്കാൻ പാനലിനെ നിയോഗിക്കണമെന്ന ആവശ്യം പരിഗണിച്ചാണ് അന്ന് സർക്കാർ കമ്മിറ്റി രൂപീകരിച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ ചർച്ചകൾ തുടരുകയാണ്.